بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد എല്ലാവർക്കും സുഖം സന്തോഷമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ എല്ലാവരെയും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 220 ഹുമസ സൂറത്തിൽ നിന്നുള്ള 6-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ كلا لينبذن في الحطمة وما أدراك ما الحطمة. ഇതുവരെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇനി എടുക്കുന്നത് 6-ാമത്തെ ആയത്തിൽ നാറുല്ലാഹിൽ മൂഖദ. ഉമാദറാക്കമൽ ഹുത്തമ, ഹുത്തമ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഈ ഭീകരമായ നരകത്തിന്റെ അഗ്നി, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് റസൂലിന് അറിയാമോ? ഇന്നഹൽ ഹുത്തമ അല്ലത്തി തുഹത്തിമുൽ ഇദാം, എല്ലുകളെ തകിടുപൊടിയാക്കുകയും മാംസത്തെ തിന്നു തീർക്കുകയും ചെയ്യുന്നതാണ് ഈ ഹുത്തമ എന്ന് പറയുന്നത്. എന്നിട്ടോ പിന്നെ ഹൃദയത്തിനെ അറ്റാക്ക് ചെയ്യുക. ഹൃദയത്തിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ആയത്തുകൾ അത് പറയും. നാറുല്ലാഹിൽ 6-ാമത്തെ ആയത്ത് നാറുല്ലാഹിൽ മൂഖദ. ഇത് അള്ളാഹുവിൻ്റെ അഗ്നിയാണ്. നാറുല്ലാഹി അള്ളാഹുവിൻ്റെ അഗ്നിയാണ്, അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗ്നിയാണ്. അള്ളാഹുവിൻ്റെ നരകമാകുന്ന അതിലെ അഗ്നിയാണ്. അൽ മൂഖദത്തു, കത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജ്വലിപ്പിക്കപ്പെടുന്ന അഗ്നിയാണത്. ഈ നാറുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അഗ്നിയാണ്. അത് മുസഅറത്തി, കത്തി ജ്വലിപ്പിക്കപ്പെടുന്നത്. ബി അംരിഹി, അവൻ്റെ ആജ്ഞാനുസരണം. ഇറാദത്തിഹി, അവൻ്റെ ഉദ്ദേശമനുസരിച്ചും. ലൈസത്ത് കസായിരിൻ നീറാൻ, ഈ ഹുത്തമ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു തന്നെ പറയാണ് നാറുല്ലാഹിൽ മൂഖദ, അത് ജ്വലിപ്പിക്കപ്പെടുന്ന അഗ്നിയാണ്. അതിൻ്റെ തഫ്സീറാണ് ഇപ്പം ഞാൻ വായിച്ചത്. ഹിയ നാറുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അഗ്നിയാണ്. അത് മുസഅറത്തിൽ ജ്വലിപ്പിക്കപ്പെടുന്നത്. ബി അംരിഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച്. ഇറാദത്തിഹി, അവൻ്റെ ഇറാദത്തുമനുസരിച്ചും ഉദ്ദേശമനുസരിച്ചും. ലൈസത്ത്, ഈ അഗ്നി എല്ലാവർക്കും സായിരിൻ നീറാൻ, മറ്റുള്ള അഗ്നികളെ പോലെയല്ല. തീർച്ചയായും ഇത് ലാ തുഹ്മദു അബദ, ഇത് ഒരു കാലത്തും കെട്ടുപോകാത്ത അഗ്നിയാണ്. ഫിൽ ഹദീസി, ഹദീസിലുണ്ട് ഒരു ഹദീസ്, നരകാഗ്നിയെ 1000 കൊല്ലം ജ്വലിപ്പിക്കപ്പെട്ടപ്പോൾ അത് ചുവന്നു പോയി. പിന്നെ ഓക്കിതാലയ അൽഫുസന, പിന്നെ 1000 കൊല്ലം കത്തിക്കപ്പെട്ടപ്പോൾ അത്തബീർത്ത്, അത് വെളുത്തുപോയി. പിന്നെ 1000 കൊല്ലം കത്തിക്കപ്പെട്ടപ്പോൾ അത് കറുത്തുപോയി. അതുകൊണ്ട് ഭയ സൗദാവുന്ന ഈ നരകാഗ്നി കറുത്തതും ആകെ ഇരുളടഞ്ഞതുമാണ്. ഇങ്ങനെ ആയത്. ഇത് ഹദീസാണ് ഇപ്പൊ പറഞ്ഞത്. സൗദാവും ഗലിമ 6-ാമത്തെ ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്.
അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അങ്ങനത്തെ ഈ അഗ്നി തത്തലിഉ അത് കത്തിപ്പടരും അലൽ അഫീദത്തി ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അവിടേക്ക് കത്തിക്കയറുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ വേദനകളും മറ്റും ഹൃദയത്തെ ബാധിക്കും. ഹൃദയത്തിന്റെ വേദന വന്നു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ വേദന വന്നാൽ ഹൃദയം മാത്രം എടുത്തു പറയാനുള്ള കാരണം എന്താ? അല്ലത്തി തത്തലിഉ അലൽ അഫീദ. നമ്മുടെ ഖുർആൻ ഇതൊക്കെ സാധാരണ ഓതുന്ന സൂറത്തുകളാണ്. നമസ്കാരത്തിൽ ചെറിയ ചില സൂറത്തുകളാണ് ഓടുന്നത്. ഇപ്പോൾ ഈ ഹാഫിദീങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് വലിയ സൂറത്തുകളൊക്കെ ഓതുന്ന നമസ്കാരങ്ങളാണ്. എന്തായാലും വളരെ ഹൈറായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വലിയ സൂറത്ത് ഓതുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഈ ചെറിയ സൂറത്ത് മാത്രം സുന്നത്താണെന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഖുർആൻ വലിയ സൂറത്തും ഓതുകയും അതുകൊണ്ട് അതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇടവരുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹൈറാണ്. അത് ഇത് മാത്രം സുന്നത്താണ് എന്ന് ധരിച്ചു വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകരുത്. കാരണം അതും സുന്നത്ത് തന്നെയാണ്. അത് ശാഫി മദ്ഹബ് അനുസരിച്ച് ഇതല്ലാത്ത മറ്റൊരു സൂറത്ത് ഒരു ഹാഫിദ് ഓതുകയാണെങ്കിൽ ആ സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. അവരും മോശക്കാരല്ല, പക്ഷെ അത് ശരിയല്ല. അത് അവരുടെ അഭിപ്രായമാണ്. ആ സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്ന് പറയുകയാണെങ്കിൽ അത് ഒട്ടും നല്ല അഭിപ്രായമല്ല. അത് നീണ്ട സൂറത്തുകൾ ഓതുമ്പോൾ അതും നല്ല കാര്യം തന്നെയാണ് എന്ന് നിഷേധിക്കാൻ പറ്റില്ല. എന്നും കുല്ലാഹുവല്ലാഹുവെന്നും മാത്രം ഓതിയിട്ട് അപ്പൊ മറ്റുള്ള സൂറത്തുകളോ ആയത്തുകളോ ഒന്നും പ്രയോഗത്തിൽ വരുത്തണ്ട എന്നാണോ അവർ ചിന്തിക്കുന്നത്? അത് ശരിയല്ല. എന്തോ ആവട്ടെ, അല്ലെത്തി തത്തലിവാദൽ അഫീദ, ഹൃദയത്തിലേക്ക് കത്തിപ്പടരും. എന്ത്? ഈ അഗ്നി, ഈ ഹുത്തമായ എന്ന് പറയുന്ന അഗ്നി ഹൃദയത്തിലേക്ക് കത്തിപ്പടരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തഫ്സീറിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. അല്ലത്തി അലമുഹാവറ വജഉഹ, ഇതിന്റെ വേദനയും ഈ വേദന ഏതുവരെ എത്തും? ഇലൽ ഖുലൂബി, ഹൃദയം വരെ എത്തും. തതഹറഖുഹ, ഹൃദയത്തെ അത് കരിക്കും. ഈ വേദന എത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കുക. ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ കുർത്തുബി ഇവിടെ പറയുന്നത് എന്താ? അഫ്ഇദ മാത്രം എടുത്തു പറഞ്ഞത് മനുഷ്യ ശരീരത്തിന് മറ്റുള്ള അവയവങ്ങളെല്ലാം ഉണ്ട്. അത് അഫ്ഇദ എന്ന് വായിക്കേണ്ടി വരും. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അത് വളരെ ജഹാലത്താണ്. അഫ്ഇദ എന്നുള്ള ഒരു വാക്കേ ഇല്ല ഈ സൂറത്തിൽ. അഫ്ഇദ അല്ല, അഫ്ഇദ. അത് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഫുആദിന്റെ ബഹുവചനമാണ് അഫ്ഇദ എന്നത്. അഫ്ഇദ എന്ന് പറയുന്നത് ജഹാലത്താണ്. അതും കൂടി പറയാൻ അറിയാത്ത ആളുകളായി പോയല്ലോ എന്നുള്ളതാണ് നമ്മൾ ഖേദിക്കുന്നത്. അത് ശരിയല്ല അങ്ങനെ പറയുന്നത്. അഫ്ഇദ എന്നല്ല. ഏതുപോലെ മറ്റു പലതുണ്ട്, അതൊക്കെ കടക്കുന്നില്ല. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഫുആദിന്റെ ജമ്മാണ് അഫ്ഇദ, ഹൃദയങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അഫ്ഇദ അല്ല, ഐനല്ല അവിടെ. അപ്പോ ഈ ഹുസ്സൽ അഫ്ഇദയെ ഖാസാക്കി, ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങൾ പലതുണ്ട്. അവിടെ ഈ അഫ്ഇദ എന്ന് മാത്രം പറഞ്ഞ് പറയാനുള്ള കാരണം എന്താ? അല്ലാഹു തആല അഫ്ഇദയെ മാത്രം എടുത്തു പറഞ്ഞത് കാരണം ജന്നൽ അലമ ഇദാ സാറൽ ഫുആദി, ഹൃദയത്തിലേക്ക് വേദന ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മാത്ത സാഹിബു, ആ ഹൃദയമുള്ള ആൾ മരിച്ചു പോവുകയാണ്. ഫി ഹാരിമയ്യമു,
സാഹിബുഹു ഫൈന്നഹും ഫീ ഹാലി മൻ യമൂത്ത്. അവർ മരിക്കുന്ന നിലപാടിൽ എത്തിച്ചേർന്നവർ, അത് ഈ നരകത്തിലുള്ള ആളുകള് ആ വേദനകള് ഹൃദയത്തിലേക്കും കൂടി എത്തുമ്പോൾ അവരെ മരിക്കുന്നവരുടെ അവസ്ഥയിലെത്തി. എന്നാലോ നരകത്തിന് മരണമില്ലല്ലോ, അവർ മരിക്കില്ല. നമ്മുടെ കാലത്താണ് അള്ളാഹുത്താല വേറെ സുഹൃത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലാ യമൂത്തു ഫീഹാ വലാ യഹ്യ, നരകത്തിൽ മരണമില്ല, എന്നാൽ ജീവിക്കോ അതുമില്ല. ജീവിതമില്ല മരണമില്ലാത്ത നിലപാടിലാണ് അവര്. അവര് ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നവര് മാനല്ലമ്പാത്തി മരിച്ചവരാണെന്നുള്ള അർത്ഥത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതാണ് ശരി. മരിച്ച നിലപാടിലാണ് അവര് ആണെന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഫുവാദിലേക്ക് വേദന എത്തിക്കഴിഞ്ഞാൽ അവർ മരണാവസ്ഥയിലാണ് അവർ, മരിക്കുന്നവർക്കുള്ള അവസ്ഥ. എന്നാൽ അവർ മരിക്കുകയില്ല നരകത്തിൽ. അപ്പോൾ ഹൃദയത്തിൽ എത്തും ഈ വേദന. അതാണ് ഹൃദയത്തിലേക്ക് കത്തിപ്പെടുക എന്ന് പറയുന്നത്. അഫ്ഇദ അല്ലതീ തത്തലിഉഅലൽ അഫ്ഇദ, ഹൃദയത്തിലേക്ക് കത്തിപ്പെടും. ഇന്നഹ അലൈഹിം മൂസദ, ഇന്നഹ തീർച്ചയായും ഈ നരകം അലൈഹിം അവരുടെ മേൽ മൂസദത്തുൻ അടച്ചു മൂടപ്പെട്ടതാണ്, മൂലക്കത്താണ്. ഇന്ന ജഹന്നം മൂലക്കത്തുൻ അലൈഹിം, അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അത് ലാ യദ്ഖുലു ഇലൈഹിം റൗഹും വറൈഹാൻ, ഒരു സന്തോഷം ഒന്നും അതിലേക്ക് പ്രവേശിക്കാത്ത നിലക്ക് ഭദ്രമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ നരകാവകാശികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു സന്തോഷവും ഒന്നും അവിടേക്ക് വരില്ല, അതിന് പ്രവേശിക്കില്ല നരകത്തിൽ. അങ്ങനെ അടച്ചു മൂടപ്പെട്ടതിൻ്റെ സ്ഥിതിയാണ് അവർക്കുള്ളത്. ഫീ അമദിൻ മുമദ്ദദ, ഫീ അമദിൻ സ്തംഭങ്ങളിലായിട്ട്, മുമദ്ദദ നീട്ടി ഉണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിട്ട് അടച്ചു മൂടപ്പെട്ടതാണ് ജഹന്നമിൽ. അവര് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു സന്തോഷമോ ഒരു കാര്യം, ഒരു നിലപാടും, ഒരു ഉന്മേഷമുള്ള ഒരു നിലപാടും അതിലേക്ക് പ്രവേശിക്കാത്ത നിലയ്ക്ക് ഈ നീട്ടി ഉണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിട്ട് മുവസ്സഖൂന ഫീ സലാസില വഅഗ്ലാലിൻ തുശദ്ദു ബിഹാ അയ്ദീഹിം വഅർജുലുഹും, ഈ നീട്ടിയുണ്ടാക്കിയ സ്തംഭങ്ങൾ അതിന്മേൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ചങ്ങലകളും. സലാസില വഅഗ്ലാല്, ചങ്ങലകളെ ഇവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ് നരകാവകാശികളെ. തുശദ്ദു ബിഹാ അയ്ദീഹിം വഅർജുലുഹും, അവരുടെ കൈകാലുകൾ കെട്ടിയിട്ട് വയത് ഇത്ബാഖ് അബ്വാബി ജഹന്നമ അലൈഹിം, ജഹന്നമിന്റെ വാതിലുകളൊക്കെ കൊട്ടി അടക്കപ്പെട്ട നിലയിൽ അതിനു ശേഷമായിട്ട് ഇവര് ഈ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആ സ്തംഭങ്ങളിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അവര് നിരാശരപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾ ഹുറൂജ്, അവിടുന്ന് പുറത്തു പോകേണ്ട കാര്യത്തിൽ അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അവർ നിരാശയിലാണ്. കാരണം ഇത്ബാഖുൽ അബ്വാബി അലൈഹിം, അവരുടെ മേൽ അതിൻ്റെ വാതിലുകളെല്ലാം അടക്കപ്പെട്ടു പോയി. അപ്പോൾ ഒരു നിലക്കും അവര് ഈ നരകത്തിൽ നിന്ന് പുറത്തു പോരാൻ കഴിയില്ല. അവര് നിരാശപ്പെട്ടു പോയി. ഈ തൂണുകൾ നീട്ടി, പിന്നെ ഈ സ്തംഭങ്ങൾ നീട്ടി ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതിലായിട്ട് ഇവരെ ബന്ധിപ്പിച്ച് ഈ സ്തംഭങ്ങളിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു അവസാനമില്ലാത്ത ഒരു ശാശ്വതമായ ഒരു ജീവിതം ഇവിടെയാണ് ഇവർ കഴിച്ചു കൂട്ടേണ്ടത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് തുമദ്ദുൽ അമദു എന്ന് പറഞ്ഞത്, നീട്ടിയുണ്ടാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ എത്രയോ നീണ്ട കാലം നരകത്തിൽ
ഈ ഹുത്തമ എന്ന് പറയുന്ന നരകമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇവരെ എന്നും ജീവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അള്ളാഹുവിന്റെ നരക ശിക്ഷയിൽ നിന്ന് കാക്കട്ടെ. പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാം സ്വർഗം തരണേ. അള്ളാഹുവെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ട എല്ലാവരെയും രക്ഷപ്പെടുത്തണേ. സന്താനങ്ങള്, ഭാര്യ സന്താനങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതും ഈ 4 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. ഇതും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാഹു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.